നമസ്കാരം. BMH ഡോക്ടർ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചൂടുകാലമാണല്ലോ. ഈ ഒരു സമയത്ത് നമ്മൾക്ക് വളരെയധികം ചർമ്മരോഗങ്ങൾ വന്ന് പിടിപെടാം. ഇതിനെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ശ്രീഷ്മ വർഗീസ് ആണ്. ഡോക്ടറിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഡോക്ടർ, ഇപ്പോൾ ചൂട് സമയമാണ്. ഈ സമയത്ത് ഏത് ടൈപ്പ് പേഷ്യൻസ് ആണ് ഡോക്ടറിനെ കൂടുതലായിട്ട് കൺസൾട്ട് ചെയ്യാൻ വരുന്നത്? ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ് ആണ്. ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചുറി എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ആയിട്ടാണ് കൂടുതൽ പേഷ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ നെയിലിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ പൂപ്പൽ ബാധ, അതുപോലെ ചുണങ്ങ്, ഇത്തരം പേഷ്യൻസ് കുറച്ച് കൂടുതലാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യപ്രകാശം കൊണ്ടുവരുന്ന മറ്റസുഖങ്ങൾ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ അതിനുള്ള അലർജി ആവാം, അല്ലെങ്കിൽ ടാൻ ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട്, സൺബേൺ ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അതുപോലെ മെലാസ്മ, അതായത് കരിമംഗല്യം, അത് കൂടിയിട്ട് പേഷ്യൻസ് വരുന്ന കാണാറുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഇതേപോലെ വെയിലിനോട് അലർജി ആയിട്ട് വരുന്നതും കാണാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മുടെ ഡ്രൈ ആൻഡ് ഇറിറ്റേറ്റഡ് സ്കിൻ, അത് കുറച്ച് കൂടുതലായിട്ട് ഈ സമയത്ത് കാണാറുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സിമ പോലെയുള്ള അസുഖങ്ങൾ കൂടി വരുന്നതായിട്ടും ശ്രദ്ധിക്കാറുണ്ട് ഈ സമയത്ത്. പിന്നെ ഉള്ളതാണ് മുഖക്കുരു നമ്മുടെ ഓയിൽ ഗ്ലാൻസ് ഒക്കെ ക്ലോഗ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വേർക്കുന്നത് കൊണ്ട് തന്നെ മുഖക്കുരു ഫ്ലെയർ ആവാൻ ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഡാൻഡ്രഫ്, തലയിൽ താരനും ഈ സമയത്ത് കൂടി വരുന്നത് കാണാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പലതരത്തിലുള്ള സ്കിൻ ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ റിംഗ് വേം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് പോപ്പുലേഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, റിംഗ് വേം കൂടുതലായിട്ടും വരുന്നത് ഒത്തിരി വിയർക്കുന്ന ശരീരപ്രകൃതമുള്ള ആൾക്കാർക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ വിയർക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ, പുറത്ത് പണിയെടുക്കുന്നവരാവാം, അല്ലാതെ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വിയർക്കും. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ക്ലെൻസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല, അപ്പം അവർക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ കുട്ടികൾ, അവർക്ക് ഈ പറഞ്ഞ പോലെ ക്ലെൻസിങ് ഡിഫിക്കൽട്ടായിരിക്കും, അപ്പോൾ അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. കിടപ്പ് രോഗികൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു കോമൺ ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ അസുഖം വന്നവരുടെ തോർത്ത്, അതുപോലെ ഡ്രസ്സൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കും ഈ അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് കണ്ടേജിയസ് ആണ് കുറച്ച്, റിംഗ് വേം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഇത് നമ്മുടെ ബോഡിയുടെ ഏത് പാർട്സിനെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? കൂടുതലും വരുന്നത് ഈ ഈർപ്പം നിൽക്കുന്ന ഭാഗങ്ങളാണ്. ലൈക്ക് നമ്മുടെ കക്ഷം, അല്ലെങ്കിൽ തൊടയുടെ ഇടുക്ക്, ചിലർക്ക് ബ്രസ്റ്റിൻ്റെ അടിയിൽ കാണാറുണ്ട്. അതുപോലെ നന്നായി തൂങ്ങിയ വയറുള്ള ആൾക്കാരുടെ വയറിൻ്റെ താഴെയായിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രാൻസ്മിഷൻ, ക്ലോത്ത് വഴിയുള്ള ട്രാൻസ്മിഷൻ കാരണം തന്നെ തല തൊട്ട് കാല് വരെ എവിടെ വേണമെങ്കിലും വരാനും ചാൻസ് ഉണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ റിംഗ് വേമിൻ്റെ ലക്ഷണങ്ങൾ അഥവാ സിംറ്റംസ് എന്തൊക്കെയാണ് വരുന്നത് സാധാരണയായി കാണുന്നത്? അസഹനീയമായ ചൊറിച്ചിൽ ഇവർക്ക് കാണാറുണ്ട്. അങ്ങനെയുള്ള തടിച്ച പാടുകൾ, റിംഗ് ഷേപ്പിൽ അഥവാ മോതിരത്തിൻ്റെ ഷേപ്പിലുള്ള പാടുകളായിട്ടാണ് കാണുക. അത് ചുവന്ന കളറോ അല്ലെങ്കിൽ കറുത്ത കളറോ ഒക്കെ ആയിട്ട് കാണാറുണ്ട്. ഈ മേൽ പറഞ്ഞ ഭാഗങ്ങളിലാണ് അവ കാണുക. നമ്മളിതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് ആക്ച്വലി എടുക്കേണ്ടിയിരിക്കുന്നു? ഈ ഒരു അത് വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈജീനാണ്. അതായത് നമ്മൾ റെഗുലർലി വാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നന്നായി ഉണക്കി സൂക്ഷിക്കുക. ഇപ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉണക്കി നന്നായി സൂക്ഷിക്കുക. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ജീൻസ് പോലത്തെ തുണികളൊക്കെ നമ്മൾ മിക്കവാറും അലക്കുന്ന ഫ്രീക്വൻസി ഭയങ്കര കുറവായിരിക്കും, അല്ലേ? അത് കട്ടിയുള്ള ഡ്രസ്സാണ്, അപ്പം അങ്ങനെ റിക്കറൻ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യും. പക്ഷേ അതിനകത്തുനിന്നും ഈ ഇൻഫെക്ഷൻ നന്നായി സ്പ്രെഡ് ആവാനുള്ള ഒരു കോസാണ്. അപ്പം റെഗുലർലി അത് നന്നായി വാഷ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെയിലത്തിട്ട് ഉണക്കുകയൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കുറച്ചൊക്കെ സാധിക്കും. അതുപോലെ ഡ്രസ്സ് ഷെയർ ചെയ്യാതിരിക്കുക, ബാക്കിയുള്ളവരായിട്ട് ഡ്രസ്സ് ഷെയർ ചെയ്യാതിരിക്കുക. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ രോഗാവസ്ഥയായിട്ടുള്ള റിംഗ് വേം, അതിന് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, അതിൻ്റെ ചികിത്സാ രീതികൾ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്തായാലും റിംഗ് വേം ഉള്ള പേഷ്യൻസ് നിർബന്ധമായിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് സ്റ്റിറോയിഡ് അബ്യൂസ് ഭയങ്കര കോമൺ ആണ്. സ്റ്റിറോയിഡ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും പേഷ്യൻസ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ നേരത്തെയുള്ള പേഷ്യൻസിൻ്റെ മരുന്നുകളെടുത്ത് ക്രീംസ് എടുത്ത് യൂസ് ചെയ്യും. അതിനകത്തൊക്കെ മിക്കവാറും ഒരു സ്റ്റിറോയിഡ്സ് ഉള്ള ഒരു കണ്ടൻറ് ഉണ്ടാവും. ഡോക്ടേഴ്സ് ഡെഫിനറ്റായിട്ടും സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീംസ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള അസഹനീയമായ ചൊറിച്ചിൽ ഞാൻ പറഞ്ഞില്ലേ, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡോക്ടർ അയാളുടെ സൂപ്പർവിഷനിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം ഈ ക്രീംസ് കൊടുക്കാറുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതേ അല്ല.
ഞാൻ പലപ്പോഴും പേഷ്യൻസിന് ഒരു 8 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ ഈ അസുഖം കൊണ്ട് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ മിക്കവാറും കിട്ടുന്ന ഒരു കോമൺ ഹിസ്റ്ററിയാണ് ഈ പറഞ്ഞ പോലെ സ്റ്റിറോയിഡ് യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലിലൊക്കെ കട്ടിയുള്ള പാടുകളിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പൊട്ടൻ സ്റ്റിറോയിഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് അവിടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും, പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും അത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ അത് ഇത്തരം മൃദുവായ ചർമ്മമുള്ള, അതായത് തൊടയെടുക്ക് അല്ലെങ്കിൽ കക്ഷത്തിലൊക്കെ യൂസ് ചെയ്ത് സ്കിൻ ഡാമേജ് വന്ന് കാണുന്നത് വളരെ കോമൺ ആണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കുക, അതൊരിക്കലും ചെയ്യാതിരിക്കുക. കാരണം സ്റ്റിറോയിഡ് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു കുറവുണ്ടെങ്കിൽ പോലും ഫംഗസിന് ഒത്തിരി വളരാനും അവിടുത്തെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നനഞ്ഞ ഡ്രസ്സ് യൂസ് ചെയ്യാതിരിക്കുക. നനഞ്ഞ ഡ്രസ്സ്, വേർത്ത ഡ്രസ്സ് അത് മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ തോർത്ത്, അതുപോലെ ചകിരി, സോപ്പ്, ഇതൊക്കെ കോമൺ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഹോസ്റ്റലിലുള്ള കുട്ടികളാണെങ്കിലും അതേപോലെ തന്നെ ഇങ്ങനെ ഷെയർഡ് റൂംസിൽ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇത് മാക്സിമം ചെയ്യാതിരിക്കുക. ഡ്രസ്സ് ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു 3 ദിവസമെങ്കിലും കൂടുമ്പം നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് പുഴുങ്ങി അലക്കാൻ വേണ്ടി ശ്രമിക്കുക. പുഴുങ്ങി അലക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തോർത്തും അണ്ടർവെയർ അടക്കം എല്ലാ തുണികളും സോപ്പ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ തിളയ്ക്കണം. അപ്പോഴാണ് ഈ ഫംഗസ് കൂടുതലായിട്ട് പോകുന്നത് കാണാറുള്ളത്. ഇനി തീരെയും പുഴുങ്ങാൻ പറ്റാത്ത ഡ്രസ്സാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ടിട്ട് ഉള്ളിലത്തെ ഭാഗം നല്ല ചൂടിൽ അയൺ ചെയ്യുക. പ്രത്യേകിച്ച് സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ, ഇവിടെ തൊടുന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് അയൺ ചെയ്യുക. ഏറ്റവും നല്ലത് പുഴുങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഡ്രസ്സ് ആ സമയത്ത് വെയർ ചെയ്യാനും, നമുക്ക് അധികം കേടുവന്നാൽ പ്രശ്നമില്ലാത്ത ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന കാലം വരെ ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണുന്ന ആ സമയത്തല്ല, കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റിലും ഈ പുഴുങ്ങി അലക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ജീൻസ് പോലത്തെ ഡ്രസ്സ് അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ ഇഴയൊക്കെ ഇങ്ങനെ കട്ടിയുള്ളതായിരിക്കും. അവിടെ ഫംഗസ് കയറി ഇരുന്നാൽ അത് പോകാൻ ഭയങ്കര പാടാണ്. എപ്പോഴും നല്ലത് ലൂസായിട്ടുള്ള കോട്ടൻ്റെ ഡ്രസ്സ്, ലൂസ് ഫിറ്റിംഗ് ഡ്രസ്സായിരിക്കും നല്ലത്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും ഫീമെയിൽസ് ആണെങ്കിൽ നൈറ്റി പോലെ ലൂസായിട്ടുള്ള ഡ്രസ്സ്, മെയിൽസ് ആണെങ്കിൽ മുണ്ട് പോലത്തെ അങ്ങനെ ലൂസായിട്ട് ഡ്രസ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അണ്ടർവെയർസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക വീട്ടിലൊക്കെ. അത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നഖങ്ങൾക്ക് വരുന്ന ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ച് ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഓക്കെ, നഖത്തിന് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ പല കോസ് കൊണ്ട് വരും, പല തരത്തിലുള്ള ഫംഗസ് കൊണ്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് പലതായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ വെള്ള നിറത്തിൽ നഖം കാണാറുണ്ട്, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കറുത്ത നിറത്തിൽ വരെ നഖങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നഖം അതിൻ്റെ നെയിൽ ബെഡിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടും ചിലപ്പോൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ വരുന്നത് മിക്കവാറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്ന ഒരു സ്വഭാവം വേനൽക്കാലത്ത് കണ്ടുവരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ ഈർപ്പം നിൽക്കുമ്പോഴാണ് വീണ്ടും ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പം കുളി കഴിഞ്ഞ് നന്നായി ഒപ്പി തുടയ്ക്കുക, ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കുളിക്കുന്നത് മാത്രമല്ല, ചിലപ്പം നമ്മുടെ പാത്രം കഴുകുന്ന, ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകുക, അല്ലെങ്കിൽ തുണി അലക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴും അവിടെ ഈ സോപ്പ് പോലെയുള്ള കാര്യങ്ങൾ അടിഞ്ഞിട്ട് അത് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറ്റായിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ പൂൾ ചെയ്ത് വെക്കുക, ഒരുമിച്ച് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കാതെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഡോക്ടർ, എന്താണ് ഈ പൂപ്പൽ ബാധ എന്ന് പറയുന്നത്? പൂപ്പൽ ബാധയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അതായത് നമ്മുടെ ഇടുക്കുകളിൽ കാണുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ. അത് കൂടുതലായിട്ട് ഒരു ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ വെളുത്ത കളറിലുള്ള പൊടി പോലെയൊക്കെ കാണാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇടുക്കുകളിലാണ് കാണുന്നത്. ഇത് എക്സ്ട്രാ ആയിട്ട് കാണാൻ ചാൻസ് ഉള്ളത് വിരലുകളുടെ ഇടയിലാണ്, കൈയുടെയും കാലിൻ്റെയൊക്കെ വിരലിൻ്റെ ഇടയിൽ. അപ്പം നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നനഞ്ഞ ഡ്രസ്സ് ഒഴിവാക്കുക, നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്നാൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് ഫാൻ്റെ അടിയിൽ നിന്ന് തന്നെ ഉണക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ തന്നെ വിരലിൻ്റെ ഇട ഉണക്കാനായിട്ട് കോട്ടൺ മുണ്ടിൻ്റെ തുണി കുറച്ച് നീളത്തിൽ മുറിച്ച് വിരലിൻ്റെ ഇടയിൽ സിക്സാക്ക് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ വിരൽ കുറച്ചുകൂടെ അകന്നിരിക്കും. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെ ഇത് ചെയ്യുന്നത് കുറെ കൂടെ അത് ഹീൽ ചെയ്യാൻ സഹായിക്കും. ചർമ്മരോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മൾക്ക് പറഞ്ഞു തന്ന ഡോക്ടറിന് നന്ദി. അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ, ദിസ് ഇസ് മഞ്ജു സൈനിങ് ഓഫ്.